പ്രിയ ക്രിസ്ത്യൻ പാസ്, പ്രിയ റോയിഷാനെ, അതിഥിയായി കടന്നു വന്ന ദൈവദാസ് ടൈറ്റസ് പാസ്, അനുഗ്രഹമായ നിലയിൽ ഗാനങ്ങൾ ആലപിക്കുന്ന ദൈവജനത്തെ ആരാധനയിലേക്ക് നടത്തുന്ന പ്രിയ സഹോദരൻ, വാത്സല്യ ദൈവമക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഞാനിവിടെ വന്നപ്പോഴാണ് പ്രസാദിച്ച കുടുംബമായിട്ട് ഈ സഭയിലാണ് ആരാധിക്കുന്നത് ഇടയായത്. എന്റെ വാത്സല്യ പിതാവ് പാസ് എൻ സി ചാക്കോ കുന്തല ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന കാലഘട്ടങ്ങളിലാണ് വഞ്ഞിപ്പുഴ ഭവനവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടുവാനിടയായത്. ഞാൻ ഇജറയിലാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇവിടെയാണ് ആരാധിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ആ കുടുംബത്തിൽ അവരുടെ മാതാപിതാക്കൾ ആ കാലഘട്ടങ്ങളിൽ ഒത്തിരി ഇവാഞ്ചലിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ്. എന്നാൽ കൃപയാൽ അവരുടെ തലമുറകളൊക്കെ അവിടെയുള്ള ഇന്ത്യൻ പെന്തക്കോസ്തൽ ചർച്ചിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി. ആ കുടുംബം, ആ സഹോദരങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടവരാണ്. അവരെല്ലാം ഓർത്തനും സ്വാതന്ത്ര്യം പ്രസാദിച്ചാനോട് കുടുംബത്തോട് ചേർന്ന് ആരാധിപ്പാൻ ദൈവം അവസരം നൽകിയല്ലോ. ഞാൻ ഇവിടെ വിസിറ്റിങ്ങിന് വന്ന അജ്മാനിലാണ് താമസിക്കുന്നത്. ഇന്ന് പകൽ ഈ മീറ്റിംഗിലേക്ക് എന്നെ കൊണ്ടുവന്നത് ഇവിടെയുള്ള ഈ സഭയിലെ ഒരു അംഗപ്രിയ മോഹനച്ചായൻ, എന്റെ മകൾ, അവരെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസൻ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട അനേക സാക്ഷ്യങ്ങൾ ഇന്ന് പറയുന്നത് ഹൃദയസ്പർശിയായ സ്തോത്രം, നമുക്ക് പ്രത്യാശ നൽകുന്ന നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. നമ്മെ ഒന്നുകൂടെ ഉത്തേജിപ്പിക്കുന്ന, പ്രാർത്ഥിക്കുവാൻ ഒരു പ്രേരണ തരുന്ന വിലപ്പെട്ട സാക്ഷ്യങ്ങൾ ദൈവം നമുക്ക് തന്നതിനായി സ്തോത്രം. പ്രസംഗത്തെ പ്രസംഗം കൊണ്ട് കണ്ടിക്കാം, എഴുത്തുകളെ മറ്റൊരു എഴുത്തുകൊണ്ട് കണ്ടിക്കാം. എന്നാൽ ഒരുവന്റെ അനുഭവത്തെ കണ്ടിപ്പാൻ നല്ല വിലപ്പെട്ട അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നും നമ്മൾ നിലനിർത്തുന്നത് ജീവനുള്ള അനുഭവങ്ങളാണ്. ഒരു പ്രിയ ക്രിസ്തുദാസന്റെ പിതാവ് ദീർഘവർഷങ്ങൾ ദൈവത്തെ സേവിച്ച് നിത്യത്തിലേക്ക് മാറ്റപ്പെട്ടു. സ്വന്തമായ ഒരു വീടില്ല. സ്തോത്രം. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. 48 വർഷമായി എന്റെ പപ്പ ശുശ്രൂഷയില്ല. അദ്ദേഹത്തിനൊരു കാർഡിയാക് പ്രോബ്ലം ഉണ്ടായി, ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞപ്പോ കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ രാധാകൃഷ്ണൻ പറഞ്ഞ ബൈപ്പാസ് വേണം, ഒന്നും ചിത്രയെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വെല്ലൂർ കൊണ്ടുപോകണം. ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞു കുടുംബസ്വത്ത് എഴുതി വെച്ചാണെങ്കിലും പപ്പായ സർജറി ചെയ്യണം. പപ്പ പറഞ്ഞു, ഇല്ല മോനെ, നിന്റെ ആഗ്രഹം നിന്റെ പിതാവ് ജീവിച്ചിരിക്കണമെന്നാണെങ്കിലും ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ശുശ്രൂഷ കഴിഞ്ഞെങ്കിൽ ഡോക്ടറുടെ കത്തി വെച്ചൊരു സർജറി എനിക്ക് വേണ്ട, കർത്താവിനെ വിടുവിക്കട്ടെ. നിങ്ങളുടെ സഭയുടെ പാസ്റ്റേജിൽ പാർക്കുന്ന കാലഘട്ടങ്ങളിലായി സംഭവം നടക്കുന്നത്. അന്ന് എന്റെ പിതാവിന് ഫ്ലാറ്റായിട്ട് കിടക്കാൻ പറ്റത്തില്ല, തലയുടെ ഭാഗം ഉയർത്തി വെച്ച് കിടക്കുക. കൃപയിൽ പറയട്ടെ, 10-18 വർഷം കഴിഞ്ഞു, ഇന്ന് ജീവനോടായിരിക്കും. എന്റെ പിതാവിന് അന്ന് രോഗം വന്നപ്പോൾ ഞാൻ പപ്പാടി ചോദിച്ചു, പപ്പായ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എവിടെ കിടക്കും? കാരണം വീട്ടിലെ മൂത്ത പോ ഞാനാ. എന്റെ മമ്മിയെയും എന്റെ ഇളയത്തിലുള്ള 2 സഹോദരങ്ങളെ വിളിച്ചോണ്ട് എവിടെ കിടക്കും? ശുശ്രൂഷ ഉണ്ടെങ്കിൽ ഫാസ്റ്റേജ് ഉണ്ട്. എന്റെ പിതാവിന് എന്തെങ്കിലും സംഭവിച്ച ഫാസ്റ്റേജ് ഞങ്ങൾ പുറത്തു പോകും. പക്ഷെ കൃപയാ പറയട്ടെ, അദ്ദേഹത്തിന്റെ കണ്ണടയുന്ന ഒരു മുമ്പ് എന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് സ്വസ്ഥത അവരെ വിടാതെ പാലപ്പെടുന്നു. ഞാൻ പറയട്ടെ, ഈ കണക്കാണ് അനുഭവമാണ് ഇതുവരെ ദൈവം ജോസഫിനെ ഞാൻ അഭിമാനത്തോടെ സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് കേരളക്കരയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ IPC പ്രസ്ഥാനത്തിനു വേണ്ടി വളരെ ധീരതയോടെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ മകൻ മിസ്റ്റർ ജോസഫിനെ ഈ ശുശ്രൂഷ ജാതിയോ കരങ്ങളിലെടുത്തല്ലോ. അദ്ദേഹത്തോട് ചേർന്ന് പ്രിയ റോയിച്ചൻ എന്റെ മദർലോയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അച്ഛനാണ്. അങ്ങനെ ഒരു ബന്ധം കൂടെ ഞങ്ങൾക്കുണ്ട്. എന്റെ പിതാവ് ചുമന്ന പുസ്തകം ചുമക്കുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ഒരു സുവിശേഷകരുടെ മകനായി ജനിച്ച് ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അവന്റെ വേല ചെയ്യുവാൻ ആഗ്രഹിച്ചത്. പ്രിയ മകൻ പറഞ്ഞതുപോലെ വാങ്ങിച്ചെന്റെ പിതാവ് ശുശ്രൂഷിച്ചു, ജോലി ചെയ്ത് കൊടുത്ത് ശുശ്രൂഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാനായിരുന്നു. കൃപയാൽ ദൈവം അതല്ല എന്നെ കുറിച്ച് ആഗ്രഹിച്ചത്. എന്റെ ജോലി വിട്ടിട്ട് പൂർണ്ണ സമയം ഇന്ന് 15 വർഷമായി കർത്താവിനെ പ്രസംഗിക്കുന്നത്. അനേക സഭകളിൽ പദ്ധതിക്ക് ഭാഗ്യം നൽകി. ഇപ്പോൾ കൊട്ടാരക്കര സെന്ററിൽ പൂയപ്പള്ളി ദൈവസഭയിൽ ഞങ്ങൾ കുടുംബമായി പാർത്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. എന്റെ പേര് കർത്താവിനദാസൻ. കമ്മ്യൂണിക്കേഷനിൽ വന്നൊരു മിസ്റ്റേക്കാണ്, ശ്രമിക്കുക പാസ്റ്റേ. എന്റെ പേര് സജി എന്നാണ്. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവദാസനിക്ക് തന്ന സമയത്തിനുള്ളിൽ തന്നെ എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദേശത്തിലായിരിക്കാം. 63-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് ദൈവത്തെ കുറിച്ചുള്ള അവന്റെ വലിയൊരു കാംക്ഷയാണ്, വാഞ്ചയാണ്. എന്താ പറഞ്ഞാൽ ഒരു ദൈവ പൈതൽ കാംക്ഷിക്കേണ്ടത് ഇവിടെ ഉള്ള ഒന്നാണ്. സ്തോത്രം. നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നിത്യതയെ കുറിച്ച് നമ്മൾ കാംക്ഷിക്കണം. എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായത്തിന്റെ
15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നുവെങ്കിൽ മടങ്ങി പോകാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചു. എന്നിട്ട് പറയുന്നു, അവൻ നമുക്കായി ഒരു നഗരം എന്ത് ചെയ്യുന്നു, ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ആ നഗരത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. പ്രിയ ബ്ലസ്സിന്റെ പിതാവിന്റെ ആ വീടിന്റെ പണി കഴിഞ്ഞു, അദ്ദേഹത്തെ ആ ഭവനത്തിലേക്ക് ചേർത്തു. നമ്മുടെയൊക്കെ ഭവനത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. എന്നാ തീരുന്നെന്ന് അറിയത്തില്ല. തീരുമ്പോൾ നമ്മളും അവിടേക്ക് മാറ്റപ്പെടും. അനേക വിശുദ്ധന്മാർ നമ്മെ സ്വീകരിക്കാൻ നോക്കിയിരിക്കുക. എന്ന വാത്സല്യ മാതാപിതാക്കന്മാരെ ഞാൻ പലക്കാലം ഓർപ്പിക്കട്ടെ. നമ്മെ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ടവർ പലര് നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. നമ്മുടെ കർത്താവിന്റെ വേലക്കാർ അനേകം നിത്യതയിലേക്ക് മാറ്റപ്പെട്ടു. അവരൊക്കെ നമ്മെ കാണാൻ കാത്തിരിക്കുകയാണ്. അവരിനി ഇങ്ങോട്ട് വരത്തില്ല, നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണും. മാതാപിതാക്കന്മാരൊക്കെ കുടുംബ പശ്ചാത്തലങ്ങൾ വിട്ട്, വലിയ ദേവാലയങ്ങൾ വിട്ട്, കുടുംബക്കലവകൾ വിട്ടിറങ്ങുമ്പോൾ ഒന്ന് മാത്രമായിരുന്നു അവരുടെ ദർശനം, ഒന്ന് മാത്രമായിരുന്നു അവർ കാക്ഷിച്ചിരുന്നത്. ഇവിടെ ഒന്നുമില്ലെങ്കിലും അവിടെ കാണും. ആ ദർശനത്തിലേക്ക് ഇന്ന് കാലത്തിന്റെ വാത്സല്യ ദൈവങ്ങളെ നമുക്കൊന്ന് മടങ്ങി വരാം. ഈ കാലഘട്ടത്തെ നന്നായി പഠിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, എവിടെയൊക്കെയോ മാതാപിതാക്കന്മാരുടെ ദർശനം തെറ്റിപ്പോയത് നൽകണം. ക്രൈസ്തവോ കൃപയാൽ ഇത്രയും പേർക്കെങ്കിലും ആ ദർശനത്തിന്റെ ആധിക്യത്താൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഭാഗ്യം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളതുമായ വിദ്യാഭ്യാസം കൊടുക്കണം, ഏറ്റവും നന്നായി അവരെ പഠിപ്പിക്കണം. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, ഞാനിവിടെ പിതാവാണ്, ഞാനത് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അതിലുപരിയായി നിത്യതയുടെ സുവാർത്ത അവർക്ക് കൈമാറണം. നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും അവരുടെ ചെറിയ നിമിത്തത്തെ കാലഘട്ടത്തിൽ നൽകി തന്നില്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെയുള്ള സാഹചര്യം ലഭിച്ചിട്ടില്ല. ചില മാതാപിതാക്കൾക്ക് മാത്രമേ ആ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ, ചെറിയ വരുമാനത്തിൽ. പക്ഷെ അന്ന് ചെറിയ വരുമാനത്തിൽ അവർ ജീവിച്ചിരുന്നെങ്കിലും അന്നത്തെ മാതാപിതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് കൈമാറി തന്നത് നിശ്ചയമായി. അതിനെക്കുറിച്ച് ദർശനം നമുക്ക് വളർന്നു വന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം മാതാപിതാക്കന്മാരോട് പറയട്ടെ, ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിശ്ചിത ദർശനം അവർക്ക് വളർന്നു കൊടുക്കാം. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകാൻ അനേക സന്ദർഭമുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ അവരായിരുന്ന പശ്ചാത്തലങ്ങളൊക്കെ വിട്ട് ഈ ദർശനപ്രകാരം ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ കണ്ടത് ഇവിടുത്തതൊന്നുമല്ല. വീടോ വസ്ത്രമോ വാഹനമോ ജോലിയോ വരുമാനമൊന്നുമല്ല. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. കർത്താവ് തരുന്നതനുസരിച്ച് നമ്മൾക്ക് ലഭിക്കട്ടെ. പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയട്ടെ, അത് ലഭിക്കുമ്പോഴും ഇല്ല, ഇത് പോരാ, എനിക്ക് അവനെ പോലെ ആകാൻ കഴിയുന്നില്ല, അവിടെ പോലെ ആകാൻ കഴിയുന്നില്ല, എന്റെ സ്ഥിതിക്ക് മാറ്റം വരുന്നില്ല എന്നുള്ള പിറുപിറുപ്പ് നമുക്കുണ്ടാകരുത്. ഇതൊക്കെ ഇവിടെയുള്ളൂ. ഈ കഷ്ടവും വേദനയും നിരാശകളും ഭാരങ്ങളൊക്കെ ഈ ലോകത്തിലേ ഉള്ളൂ. എന്നാൽ നാം ചെല്ലുന്നിടത്ത് ഇതൊന്നുമില്ല. അവിടെ നിത്യതയുടെ സന്തോഷം നാം അനുഭവിക്കാൻ പോകുകയാണ്. ഞാൻ കവിവാചകൾ പോലെ എനിക്ക് തന്ന സമയത്തിനുള്ള നിർത്തേണ്ടത് വിശദീകരണത്തിനായി ഞാൻ കൂടുതൽ സമയം എടുക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ പറഞ്ഞ സംഭവം ഇവിടെ കിടപ്പുണ്ട്. 16-ാം അധ്യായത്തിന്റെ 19 വാക്യം ഒരാളൊന്ന് ശബ്ദം ഉയർത്തി വായിക്കുന്നത്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാരോട് അബ്രഹാമിന്റെ വഴിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. പാതാളത്തിലെ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവന്റെ വഴിയിൽ രണ്ട് ആളുകളെ കുറിച്ച് ഇവിടെ പരിചയപ്പെടുത്തുക. ഒരാളുടെ പേരോടെ പറഞ്ഞിട്ടില്ല. അവനെ കുറിച്ച് പറയുന്നത് ധനവാൻ. മറ്റൊരാളുടെ പേര് പറയുന്നുണ്ട് ലാസർ. പക്ഷെ അവന്റെ നിലവാരം അവൻ വളരെ ദരിദ്രനാണ്. ഒരുവൻ ധനവാനും മറ്റൊരുവൻ ദരിദ്രൻ. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ ആ ഭാഗം വായിച്ചപ്പോൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. ധനവാനെന്ന് അവനെ കുറിച്ച് വിശേഷിപ്പാൻ കാരണം അവന് ദിനം പ്രതി പട്ടും ധൂമ്ര വസ്ത്രവും ധരിച്ചുകൊണ്ട് അവൻ പാർക്കും. അപ്പൊ എല്ലാ ദിവസവും പട്ടും ധൂമ്രവസ്ത്രം കൊണ്ടുള്ള വസ്ത്രം ധരിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ സഹോദരിമാർ വല്ലതൊക്കെ വെഡിങ് ഒക്കെ വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു പട്ടുസാരിയൊക്കെ നമ്മളെ വാങ്ങിച്ചു കൊടുക്കുന്നത്. കാരണം അതൊക്കെ വിലയുള്ളതാ. പലപ്പോഴൊക്കെ നമ്മൾ കൊടുക്കാറില്ല, എന്നും നമ്മൾ പട്ടുസാരി കൊടുക്കാറില്ല. അപ്പൊ ഈ മനുഷ്യൻ ധനവാനെന്ന് പറയാൻ കാരണം അവൻ എന്നും പട്ടും ധൂമ്ര വസ്ത്രം എന്ത് ചെയ്യുന്നത് ധരിക്കുന്നത്. അതാണ് അവന്റെ
ധനവാനെന്ന് അവനെ വിശേഷിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമതവൻ ധനവാനെന്ന് വിശേഷിപ്പിക്കുവാൻ ചിന്തിക്കുവാൻ കാരണം താഴോട്ട് വായിച്ചു വരുമ്പോൾ അവന്റെ വീടിന് പടിപ്പുരയ്ക്കൽ ഇരുന്നൊരു മനുഷ്യൻ. അപ്പൊ വീട് ഉണ്ട്, മതിലുണ്ട്, ഗേറ്റ് ഉണ്ട്, അത് മാത്രം പോലെ പടിപ്പുര കൂടെ ഉണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഒരു വീട് പണിതൊരു പടിപ്പുരയൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നല്ല വീട് പണിയുന്ന പണം വേണം ഒരു മാന്യമായ ഒരു പടിപ്പുര പണിയണമെങ്കിൽ. അത്യാവശ്യം വെയിൽ കൊള്ളാതെ, അത്യാവശ്യം മഴ നനയാതൊക്കെ എന്ത് ചെയ്യാം, ഒരു പടിപ്പുരയിൽ എന്ത് ചെയ്യാം, അല്പമണിക്കൂറുകളൊക്കെ നമുക്ക് കഴിച്ചുകൂട്ടാം. ഇവിടെ ഒരു മനുഷ്യൻ ഇരിക്കുക. പക്ഷെ ഈ ധനവാനോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അവനെ കുറിച്ച് ഒരു നല്ല ക്വാളിറ്റി പറയാറുണ്ട്. അവരെല്ലാ ധനവാന്മാരെ പോലല്ല. സ്തോത്രം. വൃണം നിറഞ്ഞവനാണെങ്കിലും അവനെ ഇരുത്താനുള്ളൊരു മനോഭാവം ഈ ധനവാനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ആളുകളാണെങ്കിൽ നല്ലൊരു വീട് പണിതിട്ട് വീടിന്റെ മുമ്പിൽ പടിപ്പുരയ്ക്ക് ശരീരം മൊത്തം വൃണം നിറഞ്ഞവനെ ഇരുത്തു. സ്തോത്രം. പക്ഷെ ഈ ധനവാനുള്ള ഒരു നല്ല ക്വാളിറ്റി, ദരിദ്രരാണെങ്കിലും വൃണമുള്ളവനാണെങ്കിലും അവനെ പടിപ്പുരയ്ക്കലെങ്കിലും ഒന്ന് ഇരുത്തിയല്ല. ശ്രദ്ധിക്കുക, ഈ പടിപ്പുരയ്ക്കൽ ഇരിക്കുന്ന ലാസർ അഥവാ ദരിദ്രന് വലിയൊരു ആഗ്രഹമാണ് ധനവാന്റെ ഭക്ഷണമേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നെന്ത് ചെയ്യണം. ശ്രദ്ധിക്കണേ, നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിരോധാഭാസം തോന്നും. കാരണം ധനവാൻ ഒരിക്കലും പടിപ്പുരയ്ക്കൊക്കെ കൊണ്ട് അവന്റെ ഭക്ഷണമേശ എന്ത് ചെയ്യത്തില്ല. അല്ലോ, നിങ്ങളെല്ലാവരോട് ചേർന്ന് വരണം. ധനവാൻ ഒരിക്കലും പടിപ്പുരയ്ക്കൽ കൊണ്ടുവന്ന് അവന്റെ ഡൈനിങ് ടേബിൾ എന്ത് ചെയ്യത്തില്ല, ഇടത്തില്ല. അവന്റെ വീട്ടിനകത്ത് ഡൈനിങ് റൂം ഉണ്ട്, അവിടെ അവൻ എന്ത് ചെയ്യത്തുള്ളൂ, അവന്റെ ഡൈനിങ് ടേബിൾ ഇടത്തുള്ളൂ. പക്ഷെ അവിടെ ഇരുന്ന് കഴിക്കുന്ന ധനവാന്റെ മേശമേന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ അതിന്റെ കീഴിൽ ഇരിക്കുന്നവരാണെങ്കിലേ ആർക്ക് കിട്ടത്തുള്ളൂ. നിങ്ങളുടെ കൂടെ പറഞ്ഞേ, ഈ ദരിദ്രനായ ലാസർ കിട്ടുന്നു. പക്ഷെ അവൻ എവിടെ ഇരിക്കുന്ന, പടിപ്പുരയ്ക്കലായിരിക്കുന്നത്. പക്ഷെ അവന്റെ ആഗ്രഹമാണ് കിട്ടിയ കൊള്ളാമെന്ന്, അവൻ കിട്ടണമെന്നില്ല. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഇവന്റെ വൃണങ്ങളിൽ നായ്ക്കുട്ടികൾ വന്ന് നക്കുന്നു. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, അവന്റെ വീട്ടിൽ നായ്ക്കളും ഉണ്ടെന്ന് ചിന്തിച്ചു. അപ്പൊ എന്റെ ചിന്ത, ഈ ദരിദ്രൻ ആഗ്രഹിക്കാൻ കാരണം ഏത്, ഭക്ഷണമേശയിൽ വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന് പടിപ്പുരയ്ക്കൽ ഇരിക്കുന്ന ലാസർ ജീവിക്കാൻ എന്ന് ആഗ്രഹിക്കാൻ കാരണം ഈ നായ്ക്കുട്ടികൾക്ക് ചിലപ്പോ ഈ ധനവാൻ തിന്നതിന്റെ അപ്പവേസ്റ്റുകൾ എന്ത് ചെയ്ത് കാണും, എടുത്തിട്ട് കൊള്ളും, എടുത്തു കൊടുത്ത് കാണും. അതിനകത്തുനിന്ന് കിട്ടിയാൽ കൊള്ളാമെന്നായിരിക്കും എന്ന എന്റെ ചിന്ത. ഞാൻ അവിടെ ഉറപ്പിച്ച് പറയാനായിട്ട് ആകെ ഏതൊരു ചിന്ത മാത്രം പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിച്ച അവൻ ഒരു കാര്യത്തിലും പരാതി പറഞ്ഞിട്ടില്ല. സത്യമല്ല, ജനിച്ചിട്ട് ഇന്ന് വരെ ഒരിക്കൽ പോലും പരാതി പറയാത്ത ആരും ഒന്നല്ല, എണ്ണിയ തീര അതുപോലെ പരാതികളെ നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. വീടിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, മറ്റ് പല 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 കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പരാതി പറയുന്നത്. തിരുവല്ലം പഠിച്ചാൽ അനേക പരാതിക്കാരെ നമുക്കറിയാം. പുതുമണിക്കുന്ന രാവിലെ നമ്മൾ കേട്ടല്ലോ. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഈ മനുഷ്യൻ നല്ലൊരു വീടില്ല, പട്ടും ധൂമ്രവസ്ത്രം ഇതിനെ ധരിക്കാനില്ലെന്നോ. അപ്പൊ അവൻ നഗ്നനാണെന്നല്ല അതിന്റെ അർത്ഥം. ഉള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്തു, പരാതി പറയാതെ തൃപ്തനായി. ദൈവത്തിന് ഒരു കാര്യം മറക്കരുത്, നമ്മുടെ കർത്താവ് തരുന്നതിൽ നമ്മൾ തൃപ്തരാണ്. അത് ചെറുതോ വലുതോ ആകട്ടെ, ദൈവമായ കർത്താവ് നമുക്ക് തരുന്നതെല്ലാം നല്ല ദാനങ്ങളാണെന്ന് മനസ്സിലാക്കി അതിൽ നമ്മൾ തൃപ്തരാണെങ്കിൽ, പരാതി പറയാത്തവരാണെങ്കിൽ കർത്താവ് നമ്മെ അധികത്തിലേക്ക് വിശ്വസിക്കും. ഈ മനുഷ്യൻ വസ്ത്രമില്ലെന്നുള്ള, നല്ല വസ്ത്രമില്ലെന്നുള്ള പരാതിയില്ല, നല്ല ആഹാരമില്ലെന്നുള്ള പരാതിയില്ല, ശരീരം മൊത്തം വൃണമാണെന്നുള്ള പരാതിയില്ല, നായ്ക്കുട്ടികൾ വന്ന് നക്കുന്നു എന്നുള്ള പരാതിയില്ല. കാരണം അവൻ കാംക്ഷിച്ചത് ഇതൊന്നുമല്ല, അവൻ കാംക്ഷിച്ചത് അധികം നല്ലത്. സ്വർഗീയമായ ഇന്ന് ലോകത്തിൽ നല്ലത് ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ ഇല്ലാത്ത കണ്ടറിയോ, അധികം നല്ലത്. ഏതൊരു സാധനം ഒരു കമ്പനിയുടെ ഒരു മാർക്കറ്റിൽ ഇറങ്ങിയാലും പിറ്റേ ദിവസം എന്തോ ഉണ്ടാവും. പറഞ്ഞേ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആയി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ ഗോളത്തിലും മറക്കരുത്, ആത്മീയ ഗോളത്തിലും ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. പക്ഷെ ഒറിജിനൽ ഏതാണ് തിരിച്ചറിഞ്ഞ് അതിപ്രകാരം നിത്യതയ്ക്ക് വേണ്ടി, അധികം നല്ലതിനു വേണ്ടി കാക്ഷിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പൗലോസ് പറയുന്നത്
നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങൾ എവിടെയേ ഉള്ളൂ? ഈ ലോകത്തിലെ ജീവിതത്തിലേ ഉള്ളൂ. ഇവിടം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടെ അവിടെ ചെല്ലുന്നിടത്ത് ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. എന്നിട്ട് മനസ്സിലാക്കുന്ന അനവധി നിത്യതേജസ്സിന്റെ ഘനമെന്ന് പറഞ്ഞിരിക്കുന്ന സ്തോത്രം. അപ്പൊ ഒരു യാഥാർത്ഥ്യം ഓർത്തോണേ, ഇവിടെ എനിക്ക് അതില്ല ഇതില്ല എന്നുള്ള പരാതി പറയുന്നത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിനേക്കാളും നല്ലതൊന്ന് ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ഇന്നത്തെ പലതുമില്ലായിരുന്നിട്ടും അവർ പരാതി പറഞ്ഞില്ല. കാരണം അവർ കാക്ഷിച്ചത് ഇവിടുത്തേതായിരുന്നു, നിത്യതയുടെ ദർശനമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തെ സ്തുതിച്ചാട്ടെ. എവിടെയൊക്കെയോ നമ്മുടെ പലരുടെയും ദർശനം മങ്ങിപ്പോയിട്ട് ഈ ലോകത്തിലെ ചിന്തകളിലേക്ക് നമ്മുടെ കണ്ണോടുമ്പോ, നമ്മുടെ കാതുകൾ അത് കേൾക്കുവാനായി തോടുമ്പോൾ ഇന്ന് പലരും മറക്കരുത്, നിത്യത കൈവിട്ടുപോകരുത്, ആ ദർശനം മറക്കരുത്. അതായിരിക്കും ദൈവമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. അല്പകാലത്തേക്കുള്ള എന്നാൽ ഈ രണ്ടു മനുഷ്യരും ശ്രദ്ധിക്കണേ മരിച്ചു. ലാസർ മരിച്ചപ്പോൾ അവിടെ വായിച്ചത് ഇങ്ങനെയാണ്: ദൂതന്മാര് വന്ന് അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് എന്ത് ചെയ്തു? കൊണ്ടുപോയി. ധനവാൻ മരിച്ചപ്പോൾ അവനെ അടക്കം ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കണേ, ദരിദ്രൻ സ്വർഗീയമായത് കാക്ഷിച്ചവരുടെ അടക്കം പോലും എന്ത് ചെയ്തില്ല. ഇന്ന് പലരും ഈ നിത്യതയുടെയൊക്കെ ദർശനം മഞ്ഞനാണെന്നൊക്കെ പറഞ്ഞാൽ ഇതിലോട്ട് വരാത്തതെന്നറിയോ? അടക്കം പ്രതീക്ഷിച്ച സ്വതം. എന്നാൽ ഇവിടെ ഒന്നും ഇല്ലെങ്കിലും അടക്കമൊന്നും കിട്ടിയില്ലേലും പരാതി പറയാൻ അവൻ ജീവിച്ചെന്നറിയാവോ? അവൻ അടക്കമല്ല പ്രധാനം, അവന്റെ ഒടുക്കമാ പ്രധാനം. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ വ്യക്തമായി പറയാം, നമ്മുടെ അടക്കമല്ല പ്രധാനം, ഒടുക്കം നന്നായിരിക്കണം. എത്ര ആഗ്രഹിക്കുന്നു ദൈവമേ, എനിക്ക് നല്ലൊരു അവസാനം, ആദ്യത്തേക്കാൾ ഒരു നല്ല അവസാനം എനിക്ക് ലഭിക്കണം. പലരും നല്ല തുടക്കം കുറിച്ചു, നല്ല നിലയിൽ ഇറങ്ങി തിരിച്ചു, ഹല്ലേലൂയ. പക്ഷെ എവിടെയൊക്കെയോ അല്ലെങ്കിൽ വല്ലാത്തൊരു ഗതികെട്ട അവസാനത്തിലേക്ക് അനേക ആത്മീയം അഭിമാനിക്കുന്നവർ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലും നിത്യതയ്ക്ക് വേണ്ടി കാണിക്കുന്ന ജനനുണ്ട്. അതിനകത്ത് ചിലർ ഇവിടെയുണ്ട്. എവിടെയെങ്കിലും നമ്മുടെ ദർശനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇന്ന് കാലം കാൽവരുടെ ദർശനത്തിലേക്ക്, ആ നിത്യയുടെ ദർശനത്തിലേക്ക് ഞാൻ നിങ്ങളെ ഉയർച്ചുകൊണ്ടുകയാണ്. ഇപ്പൊ ധനവാനായോണ്ട് ദാസന്മാരെ എന്റെ ചിന്തന പറയട്ടെ, അവന്റെ ധനത്തിന്റെ മഹിമയ്ക്കൊത്തവണ്ണം അവനൊരു അടക്കവും കൊടുക്കണം. അല്ലെ, ആറ്റുകാലത്തിന്റെ അഹമ്പടിയോടെ അവരെന്ത് ചെയ്താണ്? ശബ്ദയിക്കൊണ്ട് മറവ് ചെയ്താണ്. തിരുമേനി തന്നെ അടക്കിക്കണം. ധനവാനാണ്. സ്ലാവൊക്കെ വലിച്ചിട്ടിട്ട് എന്റെ ചിന്ത പറഞ്ഞാൽ കേരളത്തിലെ ചിന്ത തന്നെ പറയട്ടെ, നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ചെയ്യുന്ന പോലെ അതിന് മുമ്പിൽ മാർബിളിൽ എന്ത് ചെയ്തതാണ്? ജനിച്ചതും മരിച്ചതും അവന്റെ പേരും അഡ്രസ്സും ഒക്കെ ഒട്ടും കുറച്ച് ഞാൻ ധനവാനല്ലേ, എല്ലാ പ്രൗഢിയോടെ അവനെ അടക്കി. പക്ഷെ അവനെവിടെ അല്ലേ? അടക്കമല്ല പ്രധാനം, നീ എവിടെ ചെല്ലുന്നു എന്നുള്ളതാണ്. ഇവിടെ നിനക്ക് എന്തോ ഉണ്ടെന്നുള്ളതല്ല പ്രധാനം, നീ എവിടെ ആയിരിക്കുമെന്നുള്ളതാണ് പ്രധാനം. ഇവിടുത്തെ ചിന്തകളെക്കാൾ ഇവിടെ ഞാൻ ഒന്നുമില്ലാത്തവരാണെങ്കിലും എവിടെ ചെല്ലണം? ചെല്ലുന്നിടത്ത് നീ എങ്ങനെ ആയിരിക്കുമെന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദരിദ്രൻ അടക്കം കിട്ടിയില്ലെങ്കിലും സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ക്രൈസ്തലോൺ അവൻ മരിച്ചപ്പോൾ അവന്റെ ആത്മാവിനെ ദൂതന്മാരുടെ അകമ്പടിയോടെ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടായിരിക്കും ഞാൻ ചിന്തിക്കുന്നു, അമേരിക്കൻ മിഷണറിയായിരുന്ന നായർ സാഹിബ് കേരളത്തിൽ ഒന്ന് മലയാളം പഠിച്ച് ഹല്ലേലൂയ പാടിയൊരു പാട്ട് നമ്മളൊക്കെ മരണപ്പാട്ടാക്കി. അത് അതിനേ പാടത്തുള്ളൂ. പാട്ട് പുസ്തകം എടുത്ത് നോക്കിയാലും അത് മരണപ്പാട്ടിന്റെ ലിസ്റ്റില്ല. ഒറ്റ ആരാധനയ്ക്ക് അത് പാടാറില്ല. ഇവിടെ കാണാനും പാടുന്നുള്ളത് എനിക്ക് അറിയത്തില്ല, പാടുന്നുള്ളത് ഞാൻ ദൈവത്തെ തുതിക്കും. അതിനകത്തൊരു ചരണം ഇന്നത്തെ എന്റെ സബ്ജക്റ്റിനോട് ചേർന്നുണ്ട്. അറിയാവുന്നവർ പേടിയില്ലാത്തവരെന്ന് പാടണം. എന്നേ വീണ്ടും പോലെ യാത്രയായി പുരുഷായുധി അരുന്നു വീണ്ടും പോലെ യാത്രയ്ക്കായി പുരുഷായുധി അരുന്നു. ഇത് നമ്മളെ ജീവിച്ചിരിക്കുന്ന നമ്മൾ പാടേണ്ടവർ. അന്ന് നാഗൻ സാഹിബ് ആ പ്രത്യാശയോടെ പാടിയത്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് വേറെ നിലയിലേക്ക് അത് മാറ്റി. പക്ഷെ പേടിയില്ലാത്തവർ പാടിക്കോളും, പ്രത്യാശയോടവർ പാടിക്കോളും. ജീവിച്ചിരിക്കുന്ന ആത്മീയ അഭിമാനിക്കുന്ന നിത്യത കാക്ഷിക്കുന്ന ദൈവം
ഈ ഭാഗത്തിന്റെ ഇവരിൽ ബന്ധപ്പെടുന്നു. ഒരു ദൈവമൈകൾ നിത്യരാജ്യാംശിച്ച് അധികം നല്ലതിനെ കാണിച്ചിട്ട് നിത്യതയ്ക്ക് വേണ്ടി ലക്ഷ്യമിട്ട് ജീവിക്കുന്ന പരാതി പറയാത്ത ഒരു ദൈവങ്ങളുടെ പ്രത്യാശയുണ്ട്. ഞാൻ ഇവിടുന്ന് മാറ്റപ്പെടുമ്പോൾ എന്നെ ചുമന്ന കൂടുവിട്ട് എന്റെ കൂട്ടിനകത്തു നീ ആത്മാവ് പുറത്തു പോകുമ്പോൾ ആത്മാവിനെ ചേർക്കാൻ കടന്നു വരുന്ന ദൈവദൂതന്മാരാണ്. ദൂതന്മാർ അകമ്പടിയോടെ ഞാൻ അബ്രഹാം പിതാവിന്റെ വഴിയിലേക്ക് മാറ്റപ്പെടുമെന്ന് പറയുന്നത് എത്ര സന്തോഷകരമായ അനുഭവമാണ് ദൈവത്തെ. ആ പ്രത്യാശയുള്ള ദുഃഖം ആ ദൈവത്തോട് ചോദിച്ചാട്ടെ. വേദനകളുണ്ടെങ്കിലോ വേറെ പ്രശ്നമുണ്ടെങ്കിലോ അടിക്കോട്ടുണ്ടെങ്കിലോ പ്രശ്നങ്ങളുണ്ടെങ്കിലോ അതെല്ലാം മറന്ന് ആ നിത്യാണ് സന്തോഷമുള്ള ദൈവത്തെ ചോദിച്ചാട്ടെ. വേദനകളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത നിർണ്ണയങ്ങളില്ലാത്ത അപമാനങ്ങളില്ലാത്ത അനുഭവത്തിലേക്ക് മാറ്റപ്പെടാൻ പോകുക. അത് അറിയുന്നത് സ്വർഗീയമായ എവിടെ ചെന്നാലും പ്രോബ്ലംസ് മാത്രമേ. ഇത് കാണിക്കും തലേത് അധികം നല്ലത് കാണിക്കും. സ്വർഗീയമായത് കാണിക്കുന്ന ഒരു ദൈവമായതല്ലേ. ഒരു പ്രോബ്ലമില്ല, ഒരു പരാതിയില്ല. കാരണം അവന്റെ അകത്ത് വീണിരിക്കുന്ന വിദ്യത, അവന്റെ അകത്ത് കിട്ടിയിരിക്കുന്ന ദർശനമേതാ. പിടിയിരിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കന്മാർ എന്റെ മുമ്പിലോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചപ്പോ ഇന്നത്തെ സാഹചര്യത്തിലായിരുന്നു. പക്ഷെ സാഹചര്യത്തെ ദൈവം ഇന്ന് ഈ നിലയിലാക്കി തീർത്തു. ഒന്നുമില്ലായ്മയിലും അല്ലെങ്കിൽ വിശുദ്ധന്മാർ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും നല്ല വസ്ത്രം എടുക്കാൻ പോലും ഇല്ലാതെ വീട്ടിൽ നോക്കി എടിച്ചിറക്കി കാലഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കൊച്ചുനാളിൽ ഇരിക്കുന്ന മോന്റെയൊക്കെ പ്രായത്തില് ഒരു യോഗമുണ്ടെങ്കിൽ എന്റെ വെല്ലുവിളിച്ചായിരുന്നു മുമ്പിൽ ലൈറ്റ് കൊണ്ട് പോകുന്നു. ലൈറ്റല്ല, ചൂട്ടുകൾ. അതിങ്ങനെ വീശും. കാറ്റടിക്കല്ലേ എന്നാ ചിന്ത. കാരണം കാറ്റടിച്ചിട്ട് കെട്ടുപോയ കത്തിക്കാൻ ഒരു തീപ്പെട്ടി പോലും കയ്യിൽ. പിന്നെ അടുത്ത വീട്ടിൽ കയറി വേണം ചെയ്യാൻ ഇത് കത്തിക്കാൻ. അമ്മച്ചി ഇങ്ങനെ മുമ്പിൽ ലീഡർഷിപ്പ് പോയി ഇങ്ങനെ വീശി വീശി പോകും. അതിന്റെ വെളിച്ചം കണ്ട അതിനായിട്ട് ഞങ്ങളൊക്കെ പലരും പ്രാർത്ഥന കഴിയേണ്ടി ചെയ്യുന്നത്. അന്ന് വണ്ടി ഇല്ലെന്നോ, വണ്ടിയില്ല, നല്ല വഴിയില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വീട്ടിലൊരു ടോർച്ച് പോലും ഇല്ലാത്ത കാലഘട്ടങ്ങളൊക്കെ കേരളത്തിലുണ്ട്. അന്നും പരാതി പറയാതെ ഒരൊറ്റ ആത്മീയ മീറ്റിംഗ് നടക്കാതെ പോകാൻ കാണുന്നുണ്ടോ കാക്ഷിച്ചത് ഇവിടുത്തെ മുമ്പ് ക്രൈസ്തവോ വളരെ കടുതയോട് ആത്മാർത്ഥതയോടെ പറയട്ടെ. ഇന്ന് പല ആർക്കെങ്കിലും ആ നിത്യത ദർശനം നഷ്ടപ്പെടുന്നു. അതിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യും. ഇന്നത്തെ എന്റെ പ്രസംഗം കൊണ്ട് എനിക്ക് തന്ന ഈ സമയം കൊണ്ട് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ട ഞാൻ ധന്യനായി. എന്റെ കർത്താവ് സന്തോഷിക്കും. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ മനുഷ്യൻ അവിടെ ചെന്നു. യാതന സ്ഥലത്ത് ധനവാനും പിതാവിന്റെ വഴിയിൽ ദാരിദ്ര്യം ചെന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ധനവാന് ഇവിടെ ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചവനാണ്. പക്ഷെ യാതന സ്ഥലത്ത് ചെന്നിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യാം? യാതന എന്ന് പറയുന്നതിനേക്കാൾ നരക യാതന എന്ത് ചെയ്യാൻ. ഇവിടെ ആയിരുന്നപ്പോ ഏതെല്ലാം വെള്ളം കുടിച്ചു കാണും അല്ലയോ? എനിക്കൊന്നും പേര് പോലും എനിക്കറിയില്ല. പക്ഷെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി തോന്നിക്കേ. ഇതാ ഇവിടുത്തെ എല്ലാം ഉള്ളവന്റെ സ്ഥിതി. ഇവിടെ ഒന്നുമില്ലെങ്കിലും പരാതി പറയാൻ ദൈവത്തെ സേവിക്കുന്നവരെവിടെ ചെല്ലും? അവിടെ നീ സന്തോഷിക്കും. ഇവിടെ സന്തോഷിച്ചവൻ അവിടെ പോയാ യാതിനെ അനുഭവിക്കാം. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി യാതിനെ അനുഭവിച്ച് ദാഹം കൊണ്ട് തൊണ്ട വരണ്ടപ്പോ അവരെന്തോ ചെയ്തു? ഇവിടെ നിന്ന് മുകളിലോട്ട്, ഇവിടെ ആയിരിക്കും മുകളിലോട്ട് നോക്കാത്തവൻ ഒരു ദിവസം മുകളിലോട്ട് നോക്കും. അതിനു മുമ്പ് മുകളിലോട്ട് നോക്കാൻ ഭാഗ്യം തന്ന ദൈവത്തെ കുറിച്ച് അതിനു മുമ്പ് ഭാഗ്യം ദൈവം നമുക്ക് ഉണ്ടല്ലോ. മുകളിലോട്ട് നോക്കാൻ, ഉയരത്തിലേക്ക് നോക്കാൻ ഞാനിന്റെ കണ്ട് പർവ്വതങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇവിടെ യാതന അനുഭവിച്ചപ്പോഴാണ് എന്തോ ചെയ്തത്? മുകളിലോട്ട് നോക്കും. ഇവിടെ നോക്കാത്തവർ ഒരു ദിവസം നോക്കും. ഇവിടെ നോക്കുന്നവർ അന്ന് നോക്കേണ്ട കാര്യം വരത്തില്ല. അതിനാൽ ദൈവം നമ്മെ വിളിച്ചല്ലോ. ദൈവത്തെ സുവിശാട്ടെ യാതൊരു അനുഭവിച്ചു പറയാം. കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ഇവന്റെ വീടിന്റെ പടിപ്പുരയ്ക്കലെ പ്രണം നിറഞ്ഞിരുന്ന ദരിദ്രനായ ലാസർ ഇപ്പൊ എവിടെ ഇരിക്കുകയാണ്? അബ്രഹാം പിതാവിന്റെ പടിയിലിരിക്കുക. അബ്രഹാം പിതാവിനോട് പറഞ്ഞു, അബ്രഹാം പിതാവ് ആ ലാസറിന്റെ വീരലിന്റെ ആഗ്രഹം വെള്ളത്തിനകത്തോടൊന്ന് നോക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ ഇങ്ങോട്ടൊന്ന് വിടുന്നത്. അബ്രഹാം പിതാവ് നല്ലൊരു മറുപടി പറഞ്ഞു. നമ്മൾ തമ്മിൽ ഒരു വലിയ അകലമൊക്കെ ഉണ്ട്, പിളർപ്പം. അവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട്
വരാൻ പറ്റത്തില്ല. ഇനി എന്റെ ഒരു ചിന്ത, വരാൻ പറ്റുമെന്നിരിക്കട്ടെ, അബ്രഹാം പിതാവ് അങ്ങനെ ഇവന്റെ ഒരു അപേക്ഷ പരിഗണിച്ച് ഈ ലാസറിനെ ഒരു തുള്ളി വെള്ളം ഇവന്റെ വിരളെ തൊട്ടിട്ട് ഈ ധനവാൻ കിടക്കുന്ന യാതന സ്ഥലത്തോട് ഇവന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ വിടാൻ ഒരു ചിന്ത, ഒരു പെർമിഷൻ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ അങ്ങനെ ചെയ്താല് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇവന്റെ ഈ വെള്ളത്തിന്റെ അഗ്രഹത്തിരുന്ന ഒരു തുള്ളി വെള്ളവുമായിട്ട് ഈ യാതന അനുഭവിക്കുന്ന ഈ ധനവാൻ കിടക്കുന്നിടത്ത് വരെ ചെല്ലുന്നവരെ ഈ വെള്ളം ഇരിക്കുമോ? അവിടെ പോകത്തില്ലേ? ഇനി താകിച്ച് വരണ്ട് യാതന അനുഭവിച്ച് കിടക്കുന്നവന് 2 ലിറ്റർ വെള്ളം കുടിച്ചാൽ ആദ്യം തരുമോ? എന്താ പറയാ? 20 ദിവസം വരെ. പിന്നെ ഇവൻ എന്തിനാ ഇവന്റെ വിരളം നോക്കി ഇങ്ങോട്ട് കൊണ്ടെന്ന് പറഞ്ഞു? ഒറ്റ സത്യം ഞാൻ പറയാം, തിരിച്ചറിഞ്ഞോളാം. ഇവൻ അവിടെ ഇരിക്കുന്നത് ഇവരെ കാണാൻ വയ്യ. ഇവരെ ഭൂമിയിൽ പോലും ചുമേന്നേരം എന്ത് ചെയ്തല്ല, സന്തോഷത്തോടെ ജീവിച്ചവർ. ഞാൻ സൂചിച്ച് ജീവിച്ചത് ചിന്തിക്കണം. ഞാനിവിടെ ആഡംബരമായിട്ട് ജീവിച്ചവരാ, അവനൊന്നുമില്ലാത്തവരാ, ദരിദ്രനാ ജീവിച്ചു, ഇവിടെങ്കിലും സന്തോഷിച്ചോട്ടെ എന്ന് ചിന്തിക്കേണ്ട ധനവാൻ പറയാ, നീ അവനെ അവിടെ ഇരുത്തുന്ന അവിടേക്ക് പറഞ്ഞുവിടണം. ഇന്നത്തെ ആത്മീയ ലോകത്തിൽ സമയമില്ല, ഞാൻ വിവരിക്കാൻ നിൽക്കുന്നില്ല. പലരുടെയും ചിന്തകൾ ആ മണ്ഡലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോ ദൈവം ഒരുവനെ ഉയർത്തിയാൽ, ദൈവം ഒരുവനെ മാനിച്ചാൽ, ദൈവം ഒരുവനെ ഉപയോഗിച്ചാൽ അതിനല്ലാതെ എന്റെ സമയത്ത് ദൈവമക്കൾ കാക്ഷിക്കേണ്ടത് ഇവിടുത്തെ അധികം നല്ലത് സ്വർഗീയമായി തന്നെ നമുക്ക് കാക്ഷിക്കാം. ക്രൈസ്തലോ നമ്മുടെ കർത്താവ് വരാനായി. ഇനി അതിൽ നാളില്ല. ലോക സംഭവങ്ങളെല്ലാം നമ്മെ അത് വിളിച്ചറിയിക്കുന്നു. ഹല്ലേലൂയ. മൊത്തം വിവരിച്ചെന്ന ഭക്തനായ ദേവദാസൻ എഴുതിയൊരു പാട്ടെന്നെ ചിന്തയിലേക്ക് വരുന്നു. ഹല്ലേലൂയ. ലോകയിമ്പം വിടുന്നേ ഈ മായ സുഖങ്ങളെല്ലാം ക്രൈസ്തലോ നേരായ പാതയിൽ സേവനം ചെയ്തു ഞാൻ ആറോട് അണഞ്ഞിടുമേ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും. ഹല്ലേലൂയ. നമുക്ക് ആ പാട്ടൊന്ന് ചേർന്ന് നമുക്ക് ഒന്നിച്ച് ആ ചരണമൊന്ന് പാടി നമ്മുടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ഇന്ന് മനസ്സിലാൽ പ്രത്യാശയോടെ കടന്നു പോകാം. ആ നിങ്ങളുടെ കാഴ്ചയുടെ മരുന്നുവാക്കാൻ ഇടയാകട്ടെ. ക്രൈസ്തലോ ചേർന്ന് പോകാം. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും